ഹലോ ഗൈസ്, വെൽക്കം ടു സുമി ടേസ്റ്റി കിച്ചൺ. എല്ലാവരും സുഖമായിട്ടിരിക്കണമെന്ന് കരുതുന്നു. എൻ്റെ വീഡിയോസൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഒപ്പം തന്നെ എൻ്റെ വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇനേബിൾ ചെയ്യുക. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നല്ല അടിപൊളി കപ്പയും മീൻകറിയുടെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ മീൻകറി എന്ന് പറഞ്ഞാൽ ഞാൻ ഇന്ന് എടുത്തേക്കുന്ന മീൻ കിളിമീനാണ്. അതിൻ്റെ നവരക്കിളി എന്ന പേരിലൊക്കെ ഉണ്ട് പേര്. എനിക്ക് വേറെ പേരുകളൊന്നും അറിയില്ല. ഇനി നിങ്ങളുടെ സ്ഥലത്തൊക്കെ എന്ത് പേരാണെന്ന് വെച്ചാൽ അതൊന്ന് കമൻറ്റ് ബോക്സിലൂടെ ഇടുക. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോയാലോ. അപ്പോൾ ഇതിനാവശ്യമായ സാധനങ്ങൾ ഞാൻ 1/2 കിലോ കിളിമീൻ കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നത്, പിന്നെ 1/2 മുറി തേങ്ങ ചിരണ്ടി വെച്ചിട്ടുണ്ട്, പിന്നെ തക്കാളി, മാങ്ങ കട്ട് ചെയ്തത്, വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക്, ആവശ്യത്തിനുള്ള കറിവേപ്പില, പിന്നെ ഉപ്പ് ആവശ്യത്തിന്, 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, 1/2 ടീസ്പൂൺ കശ്മീരി മുളക്, ലേശം മഞ്ഞൾപ്പൊടി. പിന്നെ ഉപ്പുളിപ്പ് കുറവായിട്ട് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ ഒരു കഷ്ണം കുടംപുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. കാരണം കുറവ് തോന്നുകയാണെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം. ഇനി ചട്ടി അടുപ്പത്ത് വയ്ക്കുക, പാകത്തിനുള്ള വെളിച്ചെണ്ണ ഒഴിക്കുക. എണ്ണ ലേശമേ ഞാൻ ഇപ്പോൾ ഒഴിക്കുന്നുള്ളൂ, കാരണം അവസാനം നമുക്ക് ഒന്ന് കടു താളിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എണ്ണ ചൂടായി വരുന്ന സമയത്ത് ലേശം ഉലുവ നമുക്കിടാം. അപ്പോൾ ഉലുവ ഒന്ന് പൊട്ടി വരുന്നവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് കേട്ടോ ഇത്. മാങ്ങയൊക്കെ ഇട്ട് വെക്കുമ്പോൾ നല്ല എരിവും പുളിവും ഒക്കെ ഉള്ളൊരു മീൻകറിയാണ് കേട്ടോ ഇത്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്യണം. അപ്പോൾ എണ്ണ ചൂടായി വന്നു, അതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി ഇട്ട് കൊടുത്തു. തീ ഞാൻ ലോ ഫ്ലെയിമിലാണ് വെച്ചേക്കുന്നത് കേട്ടോ, ഒത്തിരി തീ കൂട്ടണ്ട. അതിനുശേഷം പച്ചമുളക് ഇടുക, എന്നിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അത്യാവശ്യം ഒരു ചെറിയൊരു ചൂടൊന്നായാൽ മതി. നമ്മൾ 1-2 പ്രാവശ്യം ഇളക്കിയാൽ മതി. 1 മിനിറ്റോളം ഒന്ന് ഇളക്കുന്ന ടൈമിൽ തന്നെ അടുത്ത ഇൻഗ്രീഡിയൻറ്റ് നമുക്കിടാം. ഒരുവിധം ഒന്ന് ചെറുതായി ഒന്ന് വാടി വന്നിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ തന്നെ യൂസ് ചെയ്യുക. അതിനുശേഷം ഒരു തക്കാളി മുഴുവനായിട്ട്, ഒത്തിരി വലിയ തക്കാളിയിൽ ഒരു മീഡിയം തക്കാളി, പിന്നെ കറിവേപ്പില നന്നായിട്ട് വഴറ്റി കൊടുക്കുക. അത്യാവശ്യം ഒരു ചെറിയ തീയിലിട്ട് ഒന്ന് വാടി കിട്ടിയാൽ മതി. നമുക്ക് ഒത്തിരി വാടേണ്ട കാര്യമില്ല. ഒന്ന് വഴറ്റിയെടുക്കുക. അതിനുശേഷം പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കുക. ഉപ്പിട്ടതിന് ശേഷം നന്നായിട്ട് ഇളക്കുക. അപ്പോൾ തക്കാളിയും ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകും കറിവേപ്പിലയൊക്കെ ഇട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ നമ്മൾ വഴറ്റിയാണ്. നന്നായിട്ട് വഴറ്റി ഒന്ന് ഒരു ചെറിയൊരു ചൂടൊക്കെ ആയി കഴിയുമ്പോൾ നമ്മൾ കട്ട് ചെയ്ത് വെച്ചേക്കുന്ന മാങ്ങയുടെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കുക. ഇത് ഒരു മീഡിയം അളവിലെ മാങ്ങയാണ് എടുത്തേക്കുന്നത്. ഒത്തിരി പുളിപ്പൊന്നും ഇല്ല, എന്നാലും അത്യാവശ്യം പുളിപ്പുള്ളൊരു മാങ്ങയാണ്. അപ്പം ഞാൻ അതിൻ്റെ പീസ് ഒത്തിരി വലുപ്പമൊന്നും കൂട്ടിയിട്ടില്ല. ഒരു കാണുമ്പോൾ ഉള്ള അളവറിയാമല്ലോ, ആ ഒരു അളവിലൊക്കെയാണ് ഞാൻ ഇട്ടേക്കുന്നത്. അപ്പോൾ തീ ലോ ഫ്ലെയിമിൽ നമ്മളിട്ടിട്ട് കുറച്ച് വെള്ളം, ഒരു 1/4 കപ്പ് വെള്ളം ഒഴിച്ച് ഇതൊന്ന് മൂടി വെക്കണം. കാര്യം എന്ന് വെച്ചാൽ ഒന്ന് ലോ ഫ്ലെയിമിൽ കിടന്ന് ഇതൊന്ന് നന്നായിട്ട് ഒന്ന് വെന്ത് വരണ ടൈമിൽ നമുക്കൊരു മിക്സിയുടെ ജാർ എടുക്കുക. നമ്മൾ 1/2 മുറി തേങ്ങ ചിരണ്ടി വെച്ചേക്കുന്നത് അതിലോട്ട് ഇടുക. ഒരു വലിയ തേങ്ങയല്ല, ഒരു മീഡിയം അളവിലെ തേങ്ങയാണ്. അതിൻ്റെ 1/2 മുറി തേങ്ങ ചിരണ്ടിയത് ഇതിലോട്ട് ഇടുക. അതിലേക്ക് നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന മഞ്ഞൾപ്പൊടി ഒരു 1/4 ടീസ്പൂണാണ് ഞാൻ എടുത്തേക്കുന്നത്. പിന്നെ 1.5 ടീസ്പൂൺ സാദാ മുളക് പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ കശ്മീരി മുളക്. ഒരു കളറിനൊക്കെ വേണ്ടിയിട്ടാണ് അത് ചേർക്കുന്നത്. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഇൻഗ്രീഡിയൻസ് നമ്മൾ ഇട്ടിട്ടുണ്ട്. മഞ്ഞൾപ്പൊടി, മുളക് പൊടി, കശ്മീരിയും സാദാ മുളകും. ഇത് നന്നായിട്ട് മിക്സിയിൽ പാകത്തിന് വെള്ളവും ചേർത്ത് അടിച്ചെടുക്കുക. അപ്പോഴേക്കും നമ്മുടെ മാങ്ങയും തക്കാളിയും ഒക്കെ നന്നായിട്ട് ഇച്ചിരി ഒന്ന് വെന്ത് വന്നിട്ടുണ്ട്. ഇതിലോട്ട് നമ്മൾ ഈ കൂട്ട് ഒഴിച്ചു കൊടുക്കുക. ഇപ്പോൾ തീ വേണമെങ്കിൽ നമുക്കൊന്ന് അത്യാവശ്യം കൂട്ടാം. പാകത്തിനുള്ള വെള്ളം ഒഴിച്ചാൽ മതി. നമുക്ക് നോക്കിയിട്ട് പിന്നെ പാകത്തിനുള്ള കൂട്ട് നമുക്ക് ഒഴിക്കാം. അപ്പോൾ ഇപ്പോൾ അത്യാവശ്യം ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയ ശേഷം നമ്മൾ മൂടി വയ്ക്കുക. ഇപ്പോൾ നന്നായിട്ട് തിളയ്ക്കുന്നുണ്ട്. ആ മാങ്ങയൊക്കെ നന്നായിട്ടൊന്ന് വെന്ത് വരണം. അത്യാവശ്യം നമ്മൾ ഈ ടൈമിൽ തന്നെ പാകത്തിന് ഉപ്പും എരിവൊക്കെ ഒന്ന് നോക്കുക. അതിനുശേഷം നമ്മൾ കഴുകി വെച്ചിരിക്കുന്ന മീൻ ഓരോന്നോരോന്നായി തന്നെ ഇട്ട് കൊടുക്കുക. ഇപ്പോൾ തീ ഞാൻ മീഡിയം ഒരു ഇതിലാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്ക് കാര്യം ഈ കിളിമീനിന് ഒത്തിരി വേവിൻ്റെ ആവശ്യമൊന്നും ഇല്ലല്ലോ. നമുക്ക് അത്യാവശ്യം ഈ കഷ്ണങ്ങളൊക്കെ വെന്ത ശേഷമാണ് നമ്മൾ മീൻ ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കിളിമീൻ പെട്ടെന്ന് ഒത്തിരി വെന്ത് കഴിഞ്ഞാൽ അത് പൊടിഞ്ഞു പോകും. അപ്പോൾ അതിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ഒരു 10-15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് ലോ ഫ്ലെയിമിലിട്ട് വേവിക്കാം. അപ്പോൾ നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതിന് ശേഷം ഒന്ന് കടു താളിക്കുന്നുണ്ട്. വേറെ ഒന്നുമില്ല, ചെറുള്ളി, വറ്റൽമുളക്, കറിവേപ്പില, ഇത്രയും മാത്രമേ
ഇട്ടിട്ടുള്ളൂ. എന്നിട്ട് അത് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അടച്ചു വെക്കുക. ഇപ്പം അത്യാവശ്യം നല്ല രീതിയിൽ നെയ്യൊക്കെ തെളിഞ്ഞ് നല്ലൊരു സ്മെല്ലൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നല്ല പുളിയും എരിവും ഉപ്പും ഒക്കെ ഉള്ളൊരു മീൻ കറിയുടെ റെസിപ്പിയാണിത്. അതിനോടൊപ്പം കഴിക്കാൻ നല്ലൊരു കപ്പയും. അപ്പോൾ നല്ല കോമ്പിനേഷനാണ്. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കണ്ട് ഇതിൻ്റെ ഫീഡ്ബാക്ക് എന്തൊക്കെയാണ് നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് കമൻറ്റ് ബോക്സിലൂടെ എന്നെ അറിയിക്കുക. അത് നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് കരുതുന്നു. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഒപ്പം തന്നെ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടെ ഇടുക. അപ്പോൾ എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടമായി കാണുമല്ലോ അല്ലേ? ഓക്കെ ആണല്ലോ. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേ കാണാം.